കൊച്ചിൻ ഷിപ്പ്യാർഡിലെ തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തിയെന്ന കേസിൽ കസ്റ്റഡിയിലെടുത്ത കരാർ ജീവനക്കാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മലപ്പുറം സ്വദേശി ശ്രീനിഷ് പൂക്കോടനെ ഇന്നലെയാണ് സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിർമ്മാണത്തിലിരിക്കുന്ന കപ്പലിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പകർത്തി സമൂഹമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവച്ചു എന്നാണ് ഇയാൾക്കെതിരായ കേസ്. എസ് ശ്യാംകുമാറാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. ശ്യാം, വെരി ഗുഡ് മോർണിംഗ്. അതീവ സുരക്ഷാ മേഖലയാണ് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് INS വിക്രാന്ത് അടക്കമുള്ള ചിത്രങ്ങൾ പകർത്തി പങ്കുവയ്ക്കുന്നു. അവിടെ വന്നിട്ടുള്ള VVIPകളുടെ പേരുകൾ പങ്കുവയ്ക്കുന്നു. എന്തായിരിക്കാം ഇതിന്റെ പിന്നിൽ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്? ഗുഡ് മോർണിംഗ്. ഇതിൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ കൊച്ചിയിൽ ഇക്കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ സൗത്ത് പോലീസിനാണ് ഷിപ്പ്യാർഡ് അധികൃതരുടെ പരാതിയെ തുടർന്ന് ശ്രീനിഷിനെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരായിട്ട് ഔദ്യോഗിക നിയമം ചുമത്തിയിട്ടുണ്ട്. ഇയാളുടെ ഫോൺ പരിശോധനയിലാണ് ഏഞ്ചൽ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് INS വിക്രാന്തിന്റെ മാത്രമല്ല അവിടെ അറ്റകുറ്റപ്പണിക്കായി എത്തിയ ഇന്ത്യൻ നാവികസേനയുടെ വിവിധ യുദ്ധക്കപ്പലുകളുടെ ചിത്രങ്ങളും അവിടെ എത്തിയ VIPകളായിട്ടുള്ള ആളുകളുടെ പേര് വിവരങ്ങളും ഒക്കെ കൈമാറിയിട്ടുണ്ട്. ഇതെല്ലാം രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഷിപ്പ്യാർഡ് അധികൃതർ വ്യക്തമാക്കുന്നത്. പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതോടെയാണ് അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത്. ഇയാളുടെ മൊഴി ശ്രദ്ധേയമാണ്. ഏഞ്ചൽ എന്ന സമൂഹമാധ്യമ അക്കൗണ്ട് അവരുമായി പരിചയപ്പെട്ട ശേഷം അവർ പലതവണ ചാറ്റ് ചെയ്തു. പിന്നീട് ഒരു തവണ തന്നെ ഫോണിൽ വിളിച്ചു. അത് ഹിന്ദിയിലാണ് സംസാരിച്ചത്. അതിനുശേഷമാണ് കഴിഞ്ഞ ഡിസംബർ 19 വരെ ഈ വിവരങ്ങൾ കൈമാറിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇയാളുടെ ഫോണിൽ നിന്ന് കൈമാറിയ വിവരങ്ങളുടെ വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ കപ്പൽശാലയാണ് കൊച്ചിയിലേത്. അതിനു പുറമെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ രാജ്യത്തിന്റെ സുരക്ഷ നിർവഹിക്കുന്ന യുദ്ധക്കപ്പലുകളുടെ ഏതൊക്കെ വിവരങ്ങൾ ഇയാൾ കൈമാറിയിട്ടുണ്ട് എന്നത് തന്ത്രപ്രധാനമാണ്. പ്രത്യേകിച്ച് ശത്രു രാജ്യങ്ങൾക്ക് വേണ്ടിയാണോ ഈ വിവരങ്ങൾ ചോർത്തി നൽകിയത് എന്ന് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം സംസ്ഥാന പോലീസിൽ നിന്ന് മാറ്റാനും സാധ്യതയുണ്ട്. വളരെ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ, സുരക്ഷാ ഏജൻസികളൊക്കെ ഈ കേസ് കൈകാര്യം ചെയ്യുകയും പ്രതിയുടെ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഗൗരവമേറിയൊരു വിഷയമാണ്. തന്ത്രപ്രധാനമായ വിവരങ്ങൾ പോലും ഇതുവഴി നമുക്ക് രഹസ്യ ചോർച്ച എന്നുള്ള രീതിയിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഇയാളുടെ കസ്റ്റഡി ഇതുമായി ബന്ധപ്പെട്ട വാർത്തയെ തന്നെ സമീപിച്ചിട്ടുള്ളത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.